എന്താണ് ശരിക്കുമുള്ള സുവിശേഷം? ബൈബിൾ പറയുന്ന സുവിശേഷം എന്താണ്? പലരുടെയും മനസ്സിൽ ഇന്നും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ശരിക്കുമുള്ള സുവിശേഷം? വളരെ സിമ്പിളാണ്. പക്ഷേ ആ സുവിശേഷം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് അന്ത്യന്യായവിധി, രണ്ടാം വരവ്, റാപ്ചർ, തീപ്പൊയ്ക, ചൂള പോലെ കത്തുന്ന ദിവസം, മൂലപദാർത്ഥങ്ങൾ ഉരുകിപ്പോകും, മഹാ ഉപദ്രവം ഉണ്ടാകും, ആൻറ്റി ക്രൈസ്റ്റ് വരും, സമാധാനം നഷ്ടപ്പെടും, അംഗവൈകല്യങ്ങളുണ്ടാകും. ഇങ്ങനെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന, ആകുലചിത്തരാക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് സുവിശേഷം എന്നുള്ള പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു സൈഡിൽ സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടണം, നിങ്ങൾ മാനസാന്തരത്തിലേക്ക് വരണം, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ അത് ചെയ്യണം, ഇത് ചെയ്യണം. സോ ഇങ്ങനെയുള്ള മാനുഷിക പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കിട്ടത്തുള്ളൂ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇത് മറ്റൊരു സൈഡിലുള്ള സുവിശേഷം. ഇതൊന്നും ആയിരുന്നില്ല ശരിക്കുമുള്ള സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കുമുള്ള സുവിശേഷം എന്ന് പറയുന്നത് ഒരു നല്ല വാർത്തയാണ്, സന്തോഷം തരുന്നതാണ്, ആനന്ദം തരുന്നതാണ്, ഉന്മേഷം തരുന്നതാണ്, ഹൃദയത്തിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ്. എന്താണ് ആ സുവിശേഷം? സിമ്പിൾ. എനിക്ക് ഈ അഖിലാണ്ടത്തെ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ പരിപാലിക്കുന്ന ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വരാൻ സാധിക്കും. ഒരു പിതാപുത്ര ബന്ധത്തിലേക്ക് വരാൻ സാധിക്കും. ആ ദൈവത്തെ എനിക്ക് ആസ്വദിക്കാം, ആ ദൈവത്തെ എനിക്ക് അനുഭവിക്കാം, ആ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ഒരു കമ്മ്യൂണിക്കേഷനിൽ വരാം, അദ്ദേഹത്തിനൊപ്പം ജീവിക്കാം. അതിനുള്ളൊരു സാധ്യത തുറക്കുന്നതാണ് സുവിശേഷം. ആ ശമരിയ സ്ത്രീ പോയിട്ട് ആ പട്ടണത്തെ ഇളക്കിക്കൊണ്ട് വന്നതും അതാണ്. ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം, ഒരു 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 റിയലിസ്റ്റിക് ആയിട്ടുള്ള, സ്നേഹനിധിയായിട്ടുള്ള ഒരു നല്ലൊരു ഗുരുവിനെ, ഒരു രക്ഷകനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വാ എന്ന് പറഞ്ഞ ആ സന്തോഷ വാർത്ത. പൗലോസ് പറഞ്ഞതും ഇതാ, ശിഷ്യന്മാർ പറഞ്ഞതും ഇതാ. ഒരു വ്യക്തിബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ, ആ ഇമ്മാനുവേലിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇതാണ് സന്തോഷം, ഇതാണ് സുവിശേഷം, ഇതാണ് നല്ല വാർത്ത, ഇതാണ് സുവാർത്ത. അല്ലാതെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, ആകുലചിത്തരാക്കുന്ന ഒന്നല്ല സുവിശേഷം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുവിശേഷം ഇതാണ്. നിങ്ങളെ ഈ പ്രപഞ്ച സൃഷ്ടാവുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് തരാനായിട്ട്, അതിനുള്ള ചാനൽ ഓപ്പണാക്കി തരാനായിട്ട് എനിക്ക് സാധിക്കും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. സോ ആ പോസിബിലിറ്റിയാണ്, അതെങ്ങനെ സാധിക്കും, അതെങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്ന് പറയുന്നതാണ് സുവിശേഷം. സോ ആ സുവിശേഷത്തിലേക്ക് നിങ്ങൾ കടന്നു വരും, ആ സുവിശേഷത്തിൽ നിങ്ങൾ ആകർഷകരാകും, ആ സുവിശേഷം നിങ്ങളുടെ ലൈഫിനകത്ത് പ്രാവർത്തികതയിലേക്ക് കൊണ്ടുവരും.